ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ സിത്താര. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യത്തെ 3 മാസം, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഗർഭിണി ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഗർഭിണിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഗർഭിണിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം കേട്ടോ. അത് ഗർഭിണിയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാലോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, സ്റ്റേ ഹൈഡ്രേറ്റ്, അതായത് നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം ആദ്യത്തെ മാസം നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ബ്ലഡ് വോളിയം കൂടും. കാരണം കുഞ്ഞിന് കൂടുതൽ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ് ഉള്ളത് കൊണ്ട് ബ്ലഡ് വോളിയം ഈ സമയത്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഫ്ലൂയിഡ് ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദിവസം 8 മുതൽ 12 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഈ വെള്ളം 8 മുതൽ 12 ഗ്ലാസ് കുടിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസും സ്മൂത്തീസും ഒക്കെ കുടിക്കണം. അതും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും വളരെ ആവശ്യമാണ്. ഇനി കുഞ്ഞ് കിടക്കുന്ന ദ്രാവകമാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഇതിൻ്റെ അളവ് കൃത്യമായിട്ടിരിക്കണം. അത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അളവ് നോർമലായിട്ടിരിക്കാനും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് സഹായിക്കും. ഒരു കാര്യം എടുത്തു പറയാം, വെള്ളം നിങ്ങൾ 8 മുതൽ 12 ഗ്ലാസ് വെള്ളമായിട്ട് തന്നെ കുടിക്കണം. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസും സ്മൂത്തീസും കുടിക്കാം. പക്ഷേ ഈ വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ ഞാൻ ഇന്ന് ഫ്രഷ് ജ്യൂസ് കുടിച്ചില്ല, അതുകൊണ്ട് ഇന്ന് 12 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ട, 11 ഗ്ലാസ് മതി, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. വെള്ളമായിട്ട് തന്നെ 8 മുതൽ 12 ഗ്ലാസ് വെള്ളം കുടിക്കണം കേട്ടോ. ഇനി അടുത്തത്, നിങ്ങളുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മരുന്നുകൾ, മെഡിസിൻസ്, അതായത് അടുത്ത 3 മാസം നമുക്ക് ഫോളിക് ആസിഡ് തരിക. ഈ ഫോളിക് ആസിഡ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ആ ടാബ്ലറ്റ്സ് കൃത്യമായിട്ട് കഴിക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ വേറെ വിറ്റാമിൻസോ കാൽഷ്യമോ ഒക്കെ തരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കഴിക്കുക. അടുത്ത 3 മാസം അയൺ ടാബ്ലറ്റ്സ് കൊടുക്കാറില്ല, അത് 3 മാസത്തിന് ശേഷമാണ് കൊടുക്കാറ്. എന്ത് മരുന്നാണ് നിങ്ങളുടെ ഡോക്ടർ പറയുന്ന മെഡിസിൻസ് മാത്രം, നിങ്ങൾ ഏത് ഗൈനക്കോളജിസ്റ്റിനാണോ കാണിക്കുന്നത് അവർ അഡ്വൈസ് ചെയ്യുന്ന മെഡിസിൻസ് മാത്രം കഴിക്കുക കേട്ടോ. അത് കൃത്യമായിട്ട് കഴിക്കണം. ഇനി അടുത്തത്, നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം. അതൊക്കെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, അത് വളർച്ച കൃത്യമല്ലാതിരിക്കാൻ, വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാൻ, കൃത്യമായിട്ടുള്ള ഡെലിവറി നടക്കുന്നത്, ഇപ്പോൾ പൂർണ്ണ വളർച്ചയ്ക്ക് മുമ്പ് തന്നെ ഡെലിവറി നടക്കുക അല്ലെങ്കിൽ അബോർഷൻ സംഭവിക്കാനൊക്കെ ഈ സ്മോക്കിങ്ങും ആൽക്കഹോളൊക്കെ കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ കോഫിയിൽ കഫൈൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത 3 മാസം നിങ്ങൾ പൂർണ്ണമായിട്ട് കോഫി അവോയ്ഡ് ചെയ്യുക. ഈ കഫൈൻ അബോർഷൻ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചക്കുറവുണ്ടാവാനൊക്കെ കാരണമാവാറുണ്ട്. 3 മാസത്തിന് ശേഷം മിതമായ അളവിൽ നിങ്ങൾക്ക് കോഫി കുടിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത്, നിങ്ങൾ വിറ്റാമിൻസും, അതായത് വിറ്റാമിൻ D3, വിറ്റാമിൻ ബിയും ഒമേഗ 3യും കാൽഷ്യമും ഫോളിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ. നിങ്ങൾ ഒരുപാട് ഭക്ഷണം ഒരേ സമയത്ത് കഴിക്കാതെ ചെറിയ ഇടവേളയിൽ കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുക. കാരണം ഒരുപാട് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് ഒരുമിച്ച് കഴിക്കാൻ നിന്നാൽ അത് നിങ്ങൾക്ക് നോസിയക്കും വോമിറ്റിങ്, അതായത് ഓക്കാനത്തിനും ഛർദ്ദിക്കും ഒക്കെ കാരണമാകും. ഇപ്പോൾ ഒമേഗ 3 അടങ്ങിയ ഭക്ഷണം ഇപ്പോൾ കുറച്ച് കഴിച്ചു, അത് ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറച്ചായിട്ട് എല്ലാം ഒരുമിച്ച്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച്, അങ്ങനെ ചെറിയ ഇടവേളകളിലായിട്ട് ഭക്ഷണം കഴിക്കുക. ഒമേഗ 3 സീ ഫുഡ്സിൽ, ഫിഷിലൊക്കെ വളരെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാം നിങ്ങളുടെ ഡയറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ഫിഷ് കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, അൺകുക്ക്ഡ് ആയിട്ടുള്ള ഫിഷ് കഴിക്കാൻ പാടില്ല, റോ ആയിട്ടുള്ള ഫിഷൊന്നും കഴിക്കാൻ പാടില്ല. വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത ഫിഷ് കഴിക്കുക കേട്ടോ. പുറത്തുനിന്നുള്ള ഫിഷുകളും അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡും അവോയ്ഡ് ചെയ്യുക. അടുത്ത 3 മാസം പ്രഗ്നൻസിയിൽ അധികം ഫാസ്റ്റ് ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത 3 മാസം പൂർണ്ണമായിട്ടും ഫാസ്റ്റ് ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇനി എല്ലാവർക്കും സംശയമാണ്, അടുത്ത 3 മാസം പൂർണ്ണമായിട്ടുള്ള റെസ്റ്റ് എടുക്കണോ, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആവശ്യമാണെന്ന്. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഒരു അബോർഷൻ ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെങ്കിൽ നിങ്ങളെ ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാം. അല്ലാത്തൊരു റെസ്റ്റ് എടുത്തോളൂ, പക്ഷേ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിന് ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ കുറച്ച് സമയമൊക്കെ നടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ മെല്ലെ നടക്കുക. നിങ്ങൾക്ക് സ്റ്റെയർ കേസ്, അതായത് കോണിയൊക്കെ കയറേണ്ടവരാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി നിന്ന് അതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് കയറി, അങ്ങനെ അതൊക്കെ മാക്സിമം സ്റ്റെയർ കേസ് കയറിലൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്ത് മെല്ലെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യട്ടെ. അടുത്ത 3 മാസത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള മാസത്തെ
കാര്യങ്ങളെക്കുറിച്ച് ഇതിനു ശേഷം പിന്നീട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് അടുത്ത 3 മാസത്തെ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ റെസ്റ്റിൻ്റെ കാര്യം എല്ലാം ക്ലിയർ ആയാലും ഇതിന് മുമ്പ് ഒരു അബോർഷൻ ഹിസ്റ്ററി ഉള്ളവരും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉള്ളവരും അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുക. അല്ലാത്തവർ ഇങ്ങനെ റെസ്റ്റ് എടുത്താൽ മതി. പൂർണ്ണമായിട്ട് റെസ്റ്റ് വേണം, ഇങ്ങനെയുള്ള റെസ്റ്റ് എടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ BMI ബോഡി മാസ് ഇൻഡെക്സിന് കൃത്യമായിട്ടുള്ള വെയിറ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി കാരണം ഓവർ വെയിറ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പ്രഗ്നൻസിയിലെ വെയിറ്റ് കൂടുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ്. പ്രഗ്നൻസിയിലെ ഒരു സ്ത്രീ എത്ര വെയിറ്റ് കൂടുന്നതിനെക്കുറിച്ച് ഇതിനും കുറേ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടാവും. ഇനി കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് ഇനിയൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ആ കാര്യമൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇത് ഫസ്റ്റ് ട്രൈമസ്റ്റിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള വെയിറ്റിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു 160 ആണ് നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ് റേഞ്ച് വരുന്നത് 55 to 60 ആണ്. അപ്പോൾ ആ വെയിറ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ 80-ലും 70-ലൊക്കെ ട്രൈ ചെയ്താൽ അത് ഓവർ വെയിറ്റിന് കാരണമാകും. അതും പ്രഗ്നൻസിയിലുള്ള കോംപ്ലിക്കേഷന് കാരണമായേക്കാം കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഒരു ഹെൽത്തി പ്രഗ്നൻസിക്കും ഒരു ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാനും ആദ്യത്തെ 3 മാസങ്ങൾ ഗർഭിണിയും അവരുടെ വീട്ടുകാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മൂഡ് ചേഞ്ചുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ബുക്ക് റീഡിങ് ഇഷ്ടമാണെങ്കിൽ ബുക്ക് റീഡിങ് ചെയ്യുക. നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണെങ്കിൽ പാട്ട് കേൾക്കുക. അങ്ങനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുക. അങ്ങനെ മൂഡ് ചേഞ്ചൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് അടുത്ത 3 മാസം മൂഡ് ചേഞ്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായി വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ.